രാജേന്ദ്രനുണ്ട് സമ്മേളന നഗരിയിൽ നിന്ന്. രാജേന്ദ്രൻ, പാർട്ടി കോൺഗ്രസിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 4 ദിവസങ്ങളായി മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനമാകും. വൈകിട്ടാണ് ആ പൊതുസമ്മേളനം. റെഡ് വോളണ്ടിയർ മാർച്ച് അടക്കം നടക്കുന്ന പൊതുസമ്മേളനം വൈകിട്ടാണ്. അതിനു മുൻപ് തന്നെ ഇന്ന് സംഘടനാ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ മുതിർന്ന PB അംഗം BV രാഘവലു അവതരിപ്പിച്ചിരുന്നു. ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത വിവിധ സംസ്ഥാന നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഇന്ന് അതിൻ്റെ ഒരു ക്രോഡീകരണം ഉണ്ടാകും, മറുപടി ഉണ്ടാകും. ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയായി BV രാഘവലു തന്നെയാണ് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം, പ്രസംഗത്തിന് ശേഷം ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള വേണ്ട ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുള്ള സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും, പാസ്സാക്കും. അതിനുശേഷമാണ് എവിടെയൊക്കെയാണ് ഇനി മുന്നോട്ട് പാർട്ടിയെ നയിക്കേണ്ട കാര്യങ്ങൾ, എവിടേക്കാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പ്രധാനമായും വരിക. കെ രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ നിന്ന് ചേരുകയാണ്. രാജേന്ദ്രൻ, ഈ കാലയളവിൽ, അതായത് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സമ്മേളന കാലയളവിൽ നിരവധി പ്രമേയങ്ങളാണ് അവിടെ അവതരിപ്പിച്ചത്. കൃത്യമായിട്ടുള്ള നിലപാട്, CPM-ൻ്റെ നിലപാട്, വിവിധ വിഷയങ്ങളിലുള്ള നിലപാട് അവിടെ പ്രമേയമായി വരുന്നു. ആ പ്രമേയത്തിലൊക്കെ ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ടത് വഖഫ് ഭേദഗതി ബില്ല് തന്നെയാണ്. ഇന്നലെ ആ വഖഫ് ഭേദഗതി ബില്ല് നിയമമാകുന്നു. ഇന്നലെ രാത്രിയോടുകൂടി രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി വഖഫ് ഭേദഗതി ബില്ല് അത് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അതിൻ്റെ കേന്ദ്ര വിജ്ഞാപനമൊക്കെ ഇറങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPIM ആണ് വഖഫ് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഒരു പ്രമേയം അവിടെ പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കുന്നു. ശക്തമായ ഒരു നിലപാട് CPIM വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ എടുക്കുന്നു. അതിനും കൂടെ പാർട്ടി കോൺഗ്രസ് വേദിയാകുന്നു. ഇതടക്കം നിരവധി പ്രമേയങ്ങളാണ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടത്. രാജേന്ദ്രൻ, ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ തമിഴ്നാട് ഹൗസിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9:30-ക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് സമ്മേളനം നടക്കുന്ന സമ്മേളന സ്ഥലത്ത് ഒരു ഹാളിനകത്ത് വെച്ചാണ് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. ആ കേന്ദ്ര കമ്മിറ്റി ആയിരിക്കും പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അതിനുശേഷം ഇവരുടെ പട്ടിക അത് പാർട്ടി കോൺഗ്രസിൽ വയ്ക്കും. പാർട്ടി കോൺഗ്രസ് അന്തിമമായി തീരുമാനം കൈക്കൊള്ളും. പുതിയ ജനറൽ സെക്രട്ടറിയെ അവിടെ വെച്ച് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കും. അതിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അല്പം മുമ്പ് PB അംഗവും മുതിർന്ന നേതാവുമായ MA ബേബി മാധ്യമപ്രവർത്തകർ MA ബേബിയോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കളുടെ പേരാണല്ലോ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നത്. ആ രീതിയിലെല്ലാം ചോദിച്ചപ്പോൾ MA ബേബി അതിനുള്ള മറുപടി പറഞ്ഞു, ഇത് CPIM ആണ്. CPM-ന് കൃത്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. രാവിലെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം പാർട്ടി കോർഡിനേറ്റർ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതായിരിക്കും CPM-ൻ്റെ ഔദ്യോഗികമായ തീരുമാനം. ഇതിനപ്പുറത്തുള്ള എന്തെങ്കിലും രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇതാണ് MA ബേബി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ 17 അംഗ, നിലവിൽ 17 അംഗ പൊളിറ്റ് ബ്യൂറോയാണുള്ളത്. ഈ 17 അംഗ പൊളിറ്റ് ബ്യൂറോയിൽ 4 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് പലരും തന്നെ ഇതിൽ നിന്നും വിരമിക്കും, ഇതിൽ നിന്നും റിട്ടയർ ചെയ്യും. അങ്ങനെ ഇതിൽ നിന്നും പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും അവർ ഒഴിഞ്ഞാൽ പോലും അവർ സജീവമായി പാർട്ടി രംഗത്തുണ്ടാവും. ഇപ്പോൾ നേരത്തെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിഞ്ഞിരുന്ന ബിമൻ ബസു, അതുപോലെ ഹനൻമുള്ള, SRP ഇവരെയെല്ലാം തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റുകളായി, പ്രത്യേക ക്ഷണിതാക്കളായി നിർത്തിയിരുന്നു, കേന്ദ്ര കമ്മിറ്റിയിൽ നിർത്തിയിരുന്നു. അപ്പോൾ ആരും തന്നെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളൊരു മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നൊരു കാര്യം എന്തെന്നാൽ ഒരാൾ പോലും ഇതിൽ നിന്നും ഒഴിയുന്നില്ല എന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിക്കലും തന്നെ, അത് പ്രായമൊക്കെ എത്രയായാലും ശരി, അവർ പ്രവർത്തന രംഗത്ത് നിന്നും അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. ഇപ്പോൾ ജ്യോതി ബസു എല്ലാം തന്നെ അദ്ദേഹം അസുഖബാധിതനായി കിടപ്പിലായിരുന്ന സമയത്ത് പോലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മിറ്റികളിൽ നിന്ന് അവർ, ശരിയാണ്, അവരുടെ സേവനം പ്രായാധിക്യവും അതുമായി ബന്ധപ്പെട്ടെല്ലാം കമ്മിറ്റികളിൽ അവരുടെ ആ ഒരു സാന്നിധ്യമില്ലെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ മരണം വരെ വളരെ സജീവമായ രീതിയിൽ തന്നെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് എല്ലാ കാലത്തുമുള്ള ഈ കമ്മ്യൂണിസ്റ്റ്
പ്രസ്ഥാനങ്ങളുടെ ഒരു ഔദ്യോഗിക നിലപാട്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു നടത്തിപ്പ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഇതിൽ നിന്നും ഒഴിവാകും. പുതിയ പ്രതിനിധികളുണ്ടാകും. ആരൊക്കെയായിരിക്കും പോളിറ്റ് ബ്യൂറോയിലെ പുതിയ അംഗങ്ങൾ, പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആരെല്ലാം ഒഴിവാകും, ആരെല്ലാം ആയിരിക്കും കേന്ദ്ര കമ്മിറ്റിയിലെ പുതിയ അംഗങ്ങൾ. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്കൊരു 12:30 മണിയോടുകൂടി നമുക്ക് ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും. ഇപ്പോഴിങ്ങനെ ഒരുപാട് പേരുകളെല്ലാം മറ്റ് മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് അഭ്യൂഹങ്ങളായിട്ട് മാത്രമേ കരുതാൻ സാധിക്കുള്ളൂ. കാരണം ഇന്നലെ രാത്രി പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. ആ പോളിറ്റ് ബ്യൂറോ യോഗവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പല പേരുകളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ 9:30 ചേരാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ളൊരു പാർട്ടി നേതൃത്വത്തിൻ്റെതായ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം, അവരുടെ ആ പട്ടികയെല്ലാം തന്നെ ഇവിടെ വയ്ക്കും, സമ്മേളനത്തിന് മുമ്പാകെ വയ്ക്കും. സമ്മേളനം അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവും. ഉച്ചയോടുകൂടി പുതിയ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം അന്താരാഷ്ട്ര വിപ്ലവഗാനം ചൊല്ലി ഈ സമ്മേളനത്തിന് തിരശീല വീഴും. വൈകിട്ട് ഈ മധുര നഗരത്തെ ചെങ്കടലാക്കിക്കൊണ്ട് 3 ലക്ഷം പേര് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വൻ റാലി. മധുരയുടെ രാഷ്ട്രീയ ചരിത്രം, മധുര എന്ന നഗരം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റാലിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മധുര ജില്ല സമീപ പ്രദേശത്തെ ജില്ലകളിൽ നിന്നെല്ലാമായി 3 ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്നെല്ലാം നിരവധി CPIM പ്രവർത്തകരും അനുഭാവികളും എല്ലാം തന്നെ ഇങ്ങോട്ട് മധുരയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൻ റാലിയോടെയായിരിക്കും സമാപനം ഉണ്ടാവുക. ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഇന്നലെ എല്ലാം തന്നെ വൈകിട്ട് കനത്ത മഴയായിരുന്നു. പല പരിപാടികളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. എങ്കിലും ഇന്നിപ്പോൾ ആകാശത്ത് ഇങ്ങനെ ഇപ്പോൾ മഴക്കാറൊന്നും കാണാനില്ല. വൈകിട്ട് എന്താവും അവസ്ഥ എന്നറിയില്ല. എന്തായാലും അക്ഷരാർത്ഥത്തിൽ CPMന്റെ പാർട്ടി കോൺഗ്രസ് മധുര ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് പുതിയ നേതൃനിര ആരെല്ലാമാണ് എന്നതായിരിക്കും. അത് സംബന്ധിച്ച് ഏതാനും മണിക്കൂറുകളിൽ തന്നെ ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരെ അറിയാൻ സാധിക്കും. വിനിഷ.